ഓക്കെ പറ. എന്ത് മോൻ പറഞ്ഞെന്തോ സ്പേസിനെ പറ്റി? സ്പേസ് നീൽ ആംസ്ട്രോങ്ങിന്റെ കൂടെ പോയ ആൾക്കാരിനകത്ത് എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പറ. അതിനകത്ത് നീൽ ആംസ്ട്രോങ്, മൈക്കിൾ കോളിൻസ്, ബാക്കി ആള് മൈക്കിൾ കോളിൻസ്. എനിക്ക് വേറെ രണ്ടുപേരെ അറിയാം. അപ്പോളോ മിഷനെ പറ്റി എന്താ മോൻ അറിയാവുന്നത്? അപ്പോളോ മിഷനെ പറ്റി സണ്ണ് ഇവിടെ നിൽക്കുക, ഇനി ചുറ്റും പ്ലാനറ്റ്സ്, സണ്ണിന്റെ തൊട്ട് ഫ്രണ്ടിന്റെ ഇപ്പുറത്ത് വീനസ്. 3 അടി മാറി നിൽക്കുമ്പോ 3 അടിയല്ല 3 എണ്ണം മാറിയിട്ട് തൊട്ടടുത്തുള്ള ഏത് പ്ലാനറ്റ് എന്നറിയാലോ? അല്ല, സണ്ണിന്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത് വീനസ്. അല്ല. പിന്നെ ഓർത്ത് നോക്കി. ആദ്യത്തെ പ്ലാനറ്റ് പ്ലൂട്ടോ അല്ല, പ്ലൂട്ടോ ആണ് ആദ്യത്തെ പ്ലാനറ്റ്. പ്ലൂട്ടോനെ എന്താ സോളാർ സിസ്റ്റത്തിൽ നിന്ന് മാറ്റി. എങ്ങനെ മാറ്റി? അതങ്ങനെ മാറ്റി. സോളാർ എന്താ പണ്ട് അല്ലായിരുന്നു പ്ലൂട്ടോ സോളാർ സിസ്റ്റത്തിൽ അവൈലബിൾ ആയത്. ഇപ്പൊ അല്ല. അതെന്താ ഇപ്പൊ അല്ലാത്തത്? ഒരു പ്ലാനറ്റ് അല്ല, ചെറിയൊരു ബോൾ. അത് പ്ലാനറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എർത്തിന്റെ അത്ര ഒന്നും വലുതല്ല, നമ്മുടെ മൂണിന്റെ അത്ര പോലും വലുതല്ല. ചെറിയൊരു പ്ലാനറ്റ്. അല്ല, ചെറിയൊരു ബോഡിയാ. യൂറോപ്പയുടെ അത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിനെ എത്രയും കണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. ഞാൻ അറിയത്തില്ല അതിനെ പറ്റി കൃത്യമായിട്ട്. ഏറ്റവും അടുത്ത പ്ലാനറ്റ് ഏതാ? ഏറ്റവും അടുത്ത പ്ലാനറ്റ് എനിക്ക് ഓക്കെ പറ. എന്ത് ഏറ്റവും അടുത്ത പ്ലാനറ്റ്? മെർക്കുറി. ഉണ്ടോ? എന്റെ മൊത്തം മെർക്കുറിക്ക് തീന്ന് ഉദ്ദേശിച്ച എന്തുവാ? പേരെന്തോ? എന്റെ പേരെന്തോ? എന്താ എനിക്ക് എന്റെ പേര്? ലാവ. അകത്തിന് പറയുന്നത് സണ്ണ്. അകത്തിന് പറയുന്നു. പിന്നെ ഇൻസൈഡ് എന്ന് പറയുന്നത് പ്ലാനറ്റ്സിന്റെ അറിയാലോ. പറഞ്ഞു ലാവല്ലേ? ലാവ ഉള്ള സ്ഥലത്തിന്റെ പേരെന്ത്? പിന്നെ പറ. മറ്റേ മൂൺ ലാൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നു. അതെന്താ? അത് പറ. അപ്പോളോ സ്പേസ് മിഷനകത്ത് മൈക്കിൾ കോളിൻസും അപ്പോൾ നീൽ ആംസ്ട്രോങ്ങും കൂടെ പോയ വർഷം എന്തിനാ ഡോഗിനുമായിട്ട് മൂണിലോട്ടാക്കിയത്? മൂണിലോട്ട് വിട്ടില്ല. ടെസ്റ്റ് ചെയ്താ ഡോഗ് ഇപ്പോഴുണ്ടോ? ഇല്ല, മരിച്ചു. വന്നപ്പോ തന്നെ മരിച്ചു. അതെങ്ങനെ മരിച്ചു? ആ ഡോഗ് എങ്ങനത്തെ ഡോഗായിരുന്നു അറിയോ? ആ ഡോഗിന്റെ വീട്ടിൽ വളർത്തുന്ന ഡോഗൊന്നുമല്ല, അതൊരു തെരുവുനായ എന്ന് പറഞ്ഞാൽ ഈ റോഡിലൊക്കെ ഉള്ള പട്ടി, അങ്ങനത്തെ ഒരു പട്ടിയായിരുന്നു. അതിന് അങ്ങനത്തെ പട്ടിയെ സെലക്ട് ചെയ്യാന്നറിയോ? അത് ഏത് സാഹചര്യത്തിലും ജീവിക്കും. അതുകൊണ്ട് അതിനർത്ഥം ആരും അതിനെ സപ്പോർട്ട് ചെയ്യാനില്ല. അതാ, നമ്മളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ വീക്കാവും. നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ സ്ട്രോങ് ആവും. ആ ഡോഗിന്റെ പേര് ലൈക്ക് എന്നല്ലേ? പിന്നെ എന്താ പറയാ? ലൈക്ക് എന്ന് പറയുമ്പോ ലൈക്കും സബ്സ്ക്രൈബും ഞാനാണെങ്കിൽ മറ്റേ കോപ്പാലത്തിന്റെ അടുത്ത് സംസാരിച്ചില്ലേ? കോപ്പാലല്ലേ, അതിന്റെ സംസാരിച്ചപ്പോ ഞാനാണെങ്കിൽ ചോദിച്ചു, എന്തിനാണ് ലൈക്ക് എന്ന് പറയുന്ന ഡോഗിനെ ബഹിരാകാശത്തോട്ട് വിട്ടേന്ന്. അത് പറഞ്ഞത് ടെസ്റ്റ് നടത്തിയത്. ഡോഗ് ആ ലോകത്ത് ആദ്യമായിട്ട് പോയ ഡോഗ്. അത് എന്തുവാ, ലോകത്ത് ആദ്യമായിട്ട് പോയ ഡോഗ്. അത് നാസ സ്പേസ് മിഷൻ ആണോ? അല്ലല്ല. പിന്നെ റഷ്യക്കാരോ? റഷ്യക്കാരേത്? പിക്കെയോ? ഞാൻ ഫുഡിനെ പറ്റി സംസാരിക്കട്ടെ. ഫുഡ് ഡോണറ്റ് ബർഗർ അല്ലേ? ബർഗർ അതെങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ബണ്ണുണ്ട്, പ്രത്യേകിച്ച് നമ്മളിപ്പോ കഴിച്ച അത്
അത് അടിഭാഗം നേരെയാക്കും. അടിഭാഗം സ്ലൈസ് ആയിട്ട് 2 പീസ് ആക്കിയിട്ട് ഹാഫ് വെച്ചിട്ട് അതിന്റെ അകത്ത് ടൊമാറ്റോ പിന്നെ ലെറ്റസ് എന്ന് പറയുന്ന ഒരു ക്യാബേജിന്റെ ഐറ്റം ഉണ്ടല്ലോ. ക്യാബേജ് അല്ലേ? ചിക്കൻ കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ അന്നത്തെ വെച്ചിട്ട് അതിന് ഉള്ളില സോസ് എന്തെങ്കിലും ഒരു വെള്ള കളർ സാധനം അതും മയോണൈസ് ഒഴിക്കും. കസ്റ്റാർഡ് സോസ് ഉണ്ടല്ലോ, കസ്റ്റാർഡ് സോസ്. പിന്നെ ബർഗറിന്റെ ഇപ്പഴത്തെ അല്ലേ അതെടുത്ത് അടി വെച്ചാൽ അതിലാക്കും പാക്ക് ചെയ്ത് ജെറി കഴിക്കും. ഒരു ടൂത്ത്പിക്ക് വെച്ചിട്ട് അതിന് മുകളിൽ ഇത്ര ഉള്ള ജെറി വെക്കും. ജെറി വെച്ച് കമ്പ് തുടങ്ങി ഡൗട്ട് വെച്ചു ഒരു കവറൊക്കെ വെച്ച് അത് പൊതിഞ്ഞ് കടയിൽ കൊണ്ടുപോകും. ഡോണറ്റ് ബൺ വെച്ചാ ഒരു ബണ്ണിങ്ങനെ നീട്ടി വെച്ച് ഇത്ര ഉള്ള ഷേപ്പ് ഡോണറ്റ് ഒക്കെ ഉണ്ടാകുന്നത്. ഡോണറ്റ് മൈദ അല്ലേ? മൈദ എടുക്കും. എന്നിട്ട് മൈദ എടുത്ത് എഗ്ഗും വാട്ടറും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് സോൾട്ട് ഇടും. സോൾട്ട് എന്ന് വെച്ചാ ഉപ്പ്. സോൾട്ട് എവിടുന്ന എടുക്കുന്നതെന്ന് അറിയോ? കടലിന്നല്ല മനു, കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതാ ഇപ്പൊ തൽക്കാലം ഇടുന്നത്. കടലിന്ന് എടുത്ത് എങ്ങനെയാ ഡോണറ്റ് ഉണ്ടാക്കുന്നത്? കടലിൽ ഉപ്പുണ്ട്. കടലിലുള്ള ഊറ്റി കിട്ടും ഉപ്പുണ്ടാകുന്നത്. അങ്ങനെ മാത്രമല്ല, ഉപ്പ് പാടമുണ്ട്. ഉപ്പുള്ള സോൾട്ടിന്റെ പാലക്കാട് ഒരു സ്ഥലത്തുണ്ട്. പാലക്കാടല്ലേ, വിനുവാമിനൊക്കെ അവിടെ പോയിട്ടുണ്ട്. അവിടെ അറിയോ? തൂത്തുക്കുടി തമിഴ്നാട്ടിൽ. മോനെ ഫോട്ടോ കാണിച്ചിട്ടില്ലേ? ഐസ് പോലെ മഞ്ഞ് പോലെ സ്ഥലത്ത് നിൽക്കുന്നത്. മഞ്ഞ് പോലെ സ്ഥലത്ത് നിന്നിട്ട് അവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളറ്. അവിടെ പോയാൽ നമുക്ക് ഇങ്ങനെ നിലത്തൊക്കെ ഉപ്പ് ഇങ്ങനെ കിടക്കും. അതിങ്ങനെ എടുക്കാം കല്ലില്ലേ. പക്ഷെ അത് നമുക്ക് കറിക്കൊന്നും ഇടാൻ പറ്റത്തില്ല. മൊത്തം അഴുക്ക്. അത് റിഫൈൻ ചെയ്തിട്ട് കഴുകുക എന്ന് വെച്ചാൽ ഒരുപാട് കെമിക്കൽ പ്രോസസ് ഒക്കെ നടത്തിയിട്ട് എടുക്കും. വെറുതെ കഴിയാൻ പറ്റും കാര്യമില്ല. നമ്മുടെ ഓവൻ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ കോക്കനട്ട് പീസ് ആക്കിയിട്ട് ഓരോരോ ചെറിയ പീസൊക്കെ എടുത്തിട്ട് അത് പിന്നെ സണ്ണിന്റെ ഹീറ്റ് അടിക്കാൻ വേണ്ടി പേരത്ത് വയ്ക്കും. എന്നിട്ട് അതിൽ നിന്ന് ഇട്ടുന്ന അത് കുറെ നേരം ഇരിക്കുമ്പോഴത്തേക്കും അതിന് ചെറുതായിട്ട് എണ്ണ ആവുന്നതാണ്. എന്നിട്ട് അത് എടുത്ത് നേരെ ആ ചാക്കിലാ ഒരു എന്തെങ്കിലും ഒരു പാത്രത്തിലാണെങ്കിൽ ഒരു ഗ്ലാസ് ബോളിനകത്താണെങ്കിൽ അതിനകത്താകും. അത് ഒരുപാട് ഇടുവാണെങ്കിൽ ഒരുപാട് എണ്ണ നമുക്ക് കിട്ടും. അതല്ല അത് റിഫൈൻ ചെയ്തെടുക്കണം. എങ്ങനെയാണ് റിഫൈൻ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഇവിടെ കൊണ്ടുപോയി ആട്ടണം. മില്ലി കൊണ്ടുപോയി എണ്ണ ആട്ടി എണ്ണ കറന്നത്. ഇവിടെ ഉണ്ടല്ലേ പണ്ട് ഇവിടെ മുതലുണ്ട്. അവിടെ എണ്ണ ഉണ്ടാക്കുന്നു. നമ്മളെ മുഖത്തലയില് ടെമ്പിളിന്റെ സൈഡിൽ കൂടെ പോകുമ്പോ മറ്റുള്ള കല്ലോട്ടാങ്കൂരി അത് വരെ ചെല്ലുമ്പോഴത്തേക്കും ആര്യ ഫോർമിൽ നിന്നും പറഞ്ഞ് വെറുതെ കല്ലോട്ടാങ്കൂരി ശരിക്കും കണനല്ലൂരാണ്. മുഖത്തലയാണ്. എനിക്ക് നമുക്ക് ഇന്നലെ ചാറ്റ് ജിപിടിയോട് വേറെ എന്തൊക്കെ ചോദിച്ചേ? ഞാൻ ചാറ്റ് ജിപിടി ഉപ്പ് കെട്ടത് ഞാൻ ചോദിച്ചു യു നെവർ സീ ഫിഫ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അത് ചോദിച്ചു ഫിഫ ഈസ് എ ഇൻട്രസ്റ്റിംഗ് ഗെയിം. മെസ്സി ആൻഡ് റൊണാൾഡോ ഈസ് പ്ലേയിങ്. മെസ്സി ഈസ് എ മാജിക്കൽ മാൻ. ഹി ഈസ് എ മാജിക്കൽ ട്രിക്ക് ടു യൂസ് ഡ്രിബിളിംഗ്. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. മെസ്സി ഇങ്ങനെ മാജിക്കൽ യൂസ് ചെയ്യും. മാജിക് എന്ന് പറയുന്ന സംഭവം ഇല്ല, അതങ്ങനെ യൂസ് ചെയ്യും. അപ്പോഴത്തേക്കും ഞാൻ ബ്രേവ് കയറിയിട്ട് മെസ്സി ഡ്രിബിളിംഗ് ട്രെയിനിങ് എന്ന് പറഞ്ഞു. അതായത് മെസ്സി എങ്ങനെയൊക്കെ ഡ്രിബിൾ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. രണ്ട് കാലം കൊണ്ടാ ചെയ്യുന്നത്. കൈ കൊണ്ട് ചെയ്തില്ലല്ലോ. ഫുട്ബോളിൽ കൈ കൊണ്ട് ചെയ്ത ഹാൻഡ്. ഞാൻ ഗോൾ പോസ്റ്റിന്റെ ആളാണ്. ഹാൻഡ് വന്ന് ഏത് ടീമാണോ സ്വന്തം ടീമിന്റെ ഗോൾ പോസ്റ്റിന്റെ അവിടെ സ്വന്തം ടീമിന്റെ കൈ
തട്ടിയ പെനാൽറ്റി വന്നിട്ട് അല്ലാതെ വേറൊരാളുടെ കൈ വെച്ച് ദൂരെ വേറെ ഫീൽഡിൽ കിടന്ന് കൈ കൊണ്ട് അത് ഫ്രീ കിക്ക് ആയിട്ട് എടുക്കും. ഫ്രീ കിക്ക് എന്ന് വെച്ചാൽ ഇവിടെ പന്ത് ഫ്രണ്ടിൽ ഒരാളിരിക്കും, ബാക്കി വാളിരിക്കും, വോൾ. പിന്നെ തട്ടുമ്പോ അല്ലേ വേറെ ആൾ കൈ കൊള്ളുകയാണെങ്കിൽ അവിടെ വെച്ച് ഫ്രീ കിക്ക്. എപ്പോഴും ആ പോസ്റ്റിന് നടുക്കില്ലേ അവിടെ ഒരു പെനാൽറ്റി ഇതുണ്ട്, അതിനാ പറയുന്നത് പെനാൽറ്റി കോർണർ. ബോക്സ് പോലെ വെച്ചിട്ട് അതിന് നടുക്ക് ഹാഫ് മൂൺ, അങ്ങനെ അതിന്റെ ഹാഫ് ഇങ്ങനെ ഒരു മൂണിന്റെ ഹാഫ് അവിടെ വെക്കും. അവിടെ അത് അതിന്റെ സെന്റർ, ഹാഫ് മൂണിന്റെ സെന്റർ എന്ന് വെച്ചാൽ ആ വരയുടെ സെന്റർ, ബോക്സിന്റെ അല്ല, ഫസ്റ്റ് സെന്റർ ഫ്രണ്ടിന്റെ ആ സെന്ററിൽ ആ ബോൾ വെക്കുന്ന ബോള് വെച്ചിട്ട് അടിക്കും. ഇങ്ങനെ നിൽക്കുന്നേ എന്റെ ഈ ഭാഗത്ത് വന്നിട്ട് ആ വ്യക്തി അടിക്കും. അപ്പൊ അത് ഗോൾ ആണെങ്കിൽ അവർക്ക് വാങ്ങിച്ചു. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മള് എവിടൊക്കെ പോയാലും സൂയിലൊക്കെ നമ്മള് സൂയിൽ പോയപ്പോല്ലേ, സൂയിൽ പോയപ്പോ നമ്മള് ഇവിടെ ഇത് മാത്രമല്ല കുറച്ച് മൃഗം, സീബ്ര എലിഫന്റ് ഒന്നും ഇല്ലായിരുന്നു, ഇതൊന്നും ഇല്ല, യാക്കില്ലായിരുന്നു. അത് വേറെ നമ്മള് ഉണ്ടായിരുന്നു, ബ്ലാക്ക് ബെയർ ആണെങ്കിൽ ആ ഒന്ന്, അത് ഒരു പിന്നെ ഹിമാലയൻ വൈറ്റ് ടൈഗർ, കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാ ബേർഡ് ഹൗസ്. അത് അവിടെ ലൈനും ഉണ്ട്, അതിന് ഇങ്ങനെ ഇറക്കുന്ന സാധനമുണ്ട്. അവിടെ ഒരു പടം ഷൂട്ട് ചെയ്തത്, അവിടെ വെച്ചാ ലയന്റെ കേവി വെച്ചാ മറ്റേ ഒരു പടം ഷൂട്ട് ചെയ്ത്, മറ്റേ കുഞ്ചാക്കോന്റെ ലയൻ വരുന്ന ഒരു സിനിമയില് ഗിർ എന്ന് പറയുന്നത്, ആ സിനിമ തിരുവനന്തപുരത്ത് വെച്ചാ. അത് പിന്നെ മറ്റേ നമ്മുടെ TV ഷോയില് TV മലയാള മനോരമ എന്ന് പറയുന്ന ചാനലില്ലേ, എനിക്ക് പണ്ട് ഒരു 4 വിൻഡോയിൽ 4 ആളുടെ ഫോട്ടോ ചെയ്തില്ലേ, ഇന്നത്തെ ഒരു ആന്റി ഇല്ലേ പുട്ടുണ്ടാക്കുന്ന പറഞ്ഞെടുക്കുന്ന, അങ്ങനെ ആ ആന്റിയൊക്കെ ആ പടത്തിലുണ്ട്. പിന്നെ വൈറ്റ് ടൈഗർ ഉണ്ട് ഹിമാലയയിലെ, അത് വേട്ടയാടുന്നാണ് കണ്ടോ, ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇത് ഉണ്ടായിരുന്നു മറ്റേ റിയൽ ടൈഗർ, അതും അത്രല്ല, ചീങ്കണ്ണി അതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അലിഗേറ്റർ. അലിഗേറ്ററിന്റെ ഇത്ര ഭാഗം നമ്മളുണ്ട്, ദേഹമൊക്കെ വെള്ളത്തിന് അടിയല്ലേ, നമുക്ക് കാണാൻ പറ്റും, ഫുള്ള് പച്ച കളറല്ലേ, ബ്ലാക്ക് ഒക്കെ ചേർന്നിരിക്കുന്നത്. അതിന് എന്റെ തല മാത്രം കണ്ടു. ഞാൻ ഇന്ത്യൻ സിനിമയുടെ താടി കണ്ടില്ലേ, ശരിക്കും ഞെട്ടി. താടി, ആ താടി എത്ര ആളുടെ നീളം വരും, ഒരു 3-4 ആൾക്ക്. നിങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ മിനിമം ഒരു 10 എണ്ണമെങ്കിലും വരും. ഇല്ലമ്മ ഏതാടി താടിയല്ലേ. നമ്മള് സ്നേക്കിന്റെ അവിടെ പോകുന്ന വഴിക്ക് ബട്ടർഫ്ലൈ ഇല്ലേ, അതിന്റെ അവിടെ ചെന്ന് കുറച്ച് നിന്നപ്പോഴത്തേക്കും ബട്ടർഫ്ലൈസ് എല്ലാം വന്നു. എനിക്ക് അറിയാവുന്ന 5 എണ്ണം ഉണ്ട്. മഞ്ഞാപ്പാപ്പാത്തി, നാട്ടുറോസ്, നാട്ടുകോമാളി, പിന്നെ കറുപ്പൻ, ഗരുഡ ശലഭ. അതുണ്ടായിരുന്നു. നമ്മള് ചെന്ന് ചെന്നപ്പോഴേക്കും ഓരോരോ ടേബിൾ അല്ലേ, അതിനകത്ത് സെക്കൻഡ് അല്ല 4th ടേബിൾ ഇല്ലേ, അതിനകത്ത് ഫസ്റ്റ് ഗരുഡ ശലഭത്തിന്റെ ഞങ്ങളുടെ ഗരുഡ ശലഭത്തിന്റെ വയലറ്റ് ഹാളിലല്ല, സ്റ്റെപ്പിന്റെ അവിടെ കുറെ ചെടികളില്ലേ, അതിൽ തേൻ കുടിക്കും. ഞങ്ങള് അതിനെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പയുടെ അവിടെ വെച്ച് അത് പണ്ടായിരുന്നു. അത്
സ്നേക്കിന്റെ അവിടെ നോക്കുമ്പോ ഇത്ര സൈസ്. നമ്മള് സ്നേക്കിന്റെ അവിടെ കേറിയപ്പോ എന്ത് ഞാൻ കണ്ടത്? ഫസ്റ്റ് കൊറേ ഒരു വെറുതെ സിമെന്റ് ബ്ലോക്ക് ഒക്കെ വെച്ച് പറഞ്ഞേക്കുന്ന ഒരു വാട്ടർഫോൾസ്. അത് എന്നെ ചെന്നപ്പോഴത്തേക്കും പിന്നെ ഇത്ര സൈസ് ഉണ്ട്. ഇത്രയുള്ള സൈസ് അത്രയുള്ള എല്ലാ കളറ്. അത് അരക്കൊണ്ട തോലെങ്ങനെ പൊക്കിട്ട് ഒരു കോരി അത് കഴിച്ചല്ല വിഴുങ്ങുമ്പോ ആനാക്കോണ്ടോട് ഇത്ര ഉള്ള സൈസ് ഒരു ലേഡി വിഴുങ്ങി പറഞ്ഞ കേട്ടാണ് വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. ലേഡിയെ വിഴുങ്ങിയ വാർത്തയൊക്കെ വന്നായിരുന്നു. പിന്നെ ആമസോണിൽ വെച്ച് കൊറേ ആമസോൺ റെയിൻ ഫോറസ്റ്റ് റിവറില് പിരാനൊക്കെ ഉണ്ട്. ഇതല്ല ആമസോണിൽ ഒരു കേവില് പണ്ട് പ്ലെയിൻ ആക്സിഡന്റ് കൊറേ കുട്ടികള് കാണാതായില്ലേ? ആണ് ആമസോണില് ആണ്. പിന്നെ ഏഷ്യയിലല്ല, അമേരിക്കയില. കൊളംബിയ പോലത്തെ സ്ഥലമില്ലേ? കൊളംബിയയിലെ ആൾക്കാര് വിയറ്റ്നാമിലെ പോലെ അല്ലേ? അതുകൊണ്ട് ഞാൻ അറിയാൻ പറ്റാതെ വിയറ്റ്നാമിലല്ലേ ശരിക്കും നടന്നത്. ആമസോണിലാ അത് പോയി. ഇഷ്ടം പോലെ വാർത്ത എല്ലാ ന്യൂസ് ചാനലിലും വന്നു. ആമസോണില് അവിടെ ഒരു പ്ലെയിൻ ആക്സിഡന്റ് നടന്നു. പ്ലെയിൻ ഇങ്ങനെ വന്നപ്പോ കൊളംബിയ എന്താ അത് വേറെ വിനോദ ഉദ്ദേശിച്ച വേറെ. ശരിയാ ശരിയാ, ഇതിപ്പോ അങ്ങനെ കൊളംബിയന്ന് വിയറ്റ്നാമിലോട്ട് ഏതൊരു സ്ഥലത്തോട്ട് പോകുന്ന ഒരു പ്ലെയിൻ ആമസോണിൽ വെച്ച് ക്രാഷ് ആയി. അതിൽ കുറെ ആൾക്കാർ മരണപ്പെട്ടു. ഒരു 11 കുട്ടികളെ കണ്ടുപിടിച്ചു. ഒരു കേവിലിരിക്കുന്നവരെല്ലാരും കൂടെ. അനാക്കോണ്ട വല്ലതും കണ്ടാണെങ്കിൽ അവിടെ ഗതി എന്തായിരിക്കും? പെട്ടെന്ന് 11 നിമിഷ നേരം കൊണ്ടാകുമ്പോ അത് അതിലാകത്തില്ലേ? ഇത്രയൊക്കെ പറ്റും. എല്ലാം ഈ സപ്പോർട്ടിന്റെ അത്രയും വരുന്നതല്ലേ? കുഞ്ഞോളി 11 ഉണ്ട് എന്നുവെച്ചാ കൈക്കുഞ്ഞ്. 11 ചില ആൾക്കാരെ മറ്റേ വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു സ്ത്രീ ഇല്ലേ, ഏറ്റവും പൊക്കമുള്ള ആ സ്ത്രീക്ക് 11 കുട്ടികൾ വരുമല്ലോ. 11 കുട്ടികൾ അത്രയും വരുമല്ലോ മിനിമം. അത്രയും കഴിക്കാനുള്ള അതേപോലത്തെ ഒരു ലേഡീനെ അത് കഴിച്ചെന്ന് പറഞ്ഞാൽ ആ 11 കുട്ടികൾ എങ്ങനെ കഴിക്കും? ഒറ്റ അത് ഒരു സെക്കൻഡ് മൊത്തം വയലാകെ. ഒറ്റ സെക്കൻഡ് മതി. അത് വേറെ ഗ്രീൻ ഉണ്ടായിരുന്നേ. അതിങ്ങനെ തൊലയും പൊക്കി നിന്നിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ നോക്കിയതാ ചുമ്മാ. നോക്കിയപ്പോ ഒരു ഷോറൂം പോയാ ഇത്ര ഒരു സ്ഥലം ഓരോ കൂട്ടി. ഷോറൂം അല്ല, നമ്മുടെ എന്തുവാ അമേരിക്കയില്ലേ? ഞാൻ പറയട്ടെ, അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെറ്റ് കൗണ്ടറിലാണ്. എനിക്ക് ഫുള്ള് ബ്ലാക്ക്. അവള് ഉത്തരവ് വെട്ടിക്കുന്ന എല്ലാ ആനക്കൊണ്ടോ പിറ്റ്ബുള്ളുണ്ട്. പിറ്റ്ബുള്ള് ഇല്ല, അതില്ല. ഓ കാലിഫോർണിയ സ്നേക്ക് പെറ്റ് അനക്കൊണ്ട അധികം അത് അനാക്കോണ്ട അല്ലടാ, അൽബേനിയൻ വേറെ അതിന് വൈറ്റ് കളറേ ഉള്ളു. ഇത്ര ഉണ്ട്. പിന്നെ ആനക്കൊണ്ട് കൊച്ചുണ്ടോ? അതിങ്ങനെ പതുക്കെ ഇറങ്ങി ഒരാളുടെ കൈ യെല്ലോ കളറല്ലേ? അല്ല, വേറെ കളർ. ഒരു ഗ്രീനും ബ്ലാക്കും അല്ല, ഡാർക്ക് ഓറഞ്ച് എല്ലാ ഓറഞ്ചും കൂടെ. ഗ്രീനും കുറച്ച് ബ്ലാക്കും കൊത്തു ബ്ലാക്ക്. ഇവിടെ വന്നപ്പോലെ അവളൊരു കമ്പ് എടുത്ത് ഇങ്ങനെ കമ്പ് എന്നിട്ട് ആ സ്നേഹിനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പൂട്ടി വെച്ചു. അപ്പൊ ഇയാള് തിങ്ക് ചെയ്ത് നോക്കുക എല്ലാ സ്നേക്കും ഇറങ്ങി വരുമെന്ന്. പിന്നെ ഇയാള് എല്ലാം പൂട്ടി വെച്ചു. ഒരു സ്നേക്കും അപ്പൊ വന്നില്ല. പിന്നെ ഇന്ത്യയിലുള്ള പൈത്തിന്റെ പേരെന്താ? ഇന്ത്യ കണ്ടിട്ടുണ്ടോ? ഞങ്ങള് റെഡ് കുരയൊക്കെ ഉണ്ടായിരുന്നു.
വേറെ കൊച്ചു റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. വേറെ പിന്നെ ഞങ്ങൾ സ്കൂളിൽ ടൂർ പോയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഫസ്റ്റ് തോന്നക്കല് എന്തുവാ കുമാരനാശാനില്ലേ പണ്ടത്തെ ഇല്ല കവി. ആ കവിയുടെ എന്തുവാ മരിച്ച സ്മരണത്തിൽ പോയി. മരിച്ച സ്ഥലത്ത് പോയി. അയാൾ ജനിച്ച എവിടെയാണോ മരിച്ച എവിടെയാണോ രണ്ടും ഒരു സ്ഥലത്താണ് നടന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഉണങ്ങിയ മരം നിൽക്കുന്നു. അതിനകത്ത് അവിടെ ഗാർഡൊന്നുമില്ല. അവിടെ ഇഷ്ടം പോലെ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഈ കവി കിടക്കുന്ന സ്ഥലവും ഈ കവി ഓരോരോ കവിതകൾ എഴുതിയതൊന്നും അതൊന്നും തൊടാൻ പറ്റില്ല. ബാക്കി വീടുകളിനകത്തും കയറാൻ പറ്റില്ല. അവിടെ ഒരു ഉണങ്ങിയ മരം നിന്നു. അതിനകത്ത് ഗാർഡിനകത്ത് കയറിയ ഗാർഡൊന്നും പറയത്തില്ല. അങ്ങനെ എന്തിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂട്ടുകാര് സെൽഫി എടുക്കാൻ വേണ്ടിയിരുന്നു. ഞാനും ആദിശും ജയമോനും ആദിതയും കൂടെ അനന്ത് ചേട്ടൻ അവൻ വന്നില്ല. അവൻ മണ്ടക്കേട്ട് പോയി. അവിടെ കന്യാകുമാരിയില് ടൂറിന് പോയി. അവരുടെ വീട്ടിൽ നിന്ന് അവിടെ ബന്ധുക്കളൊക്കെ വന്നു. അവര് കന്യാകുമാരി ടൂർ പോയി. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ എന്റെ മരത്തിൽ കയറി. ഞങ്ങൾ മരത്തിൽ കയറിയപ്പോഴത്തേക്കും ടീച്ചർ അത് രണ്ട് മൂന്ന് ബിസ്ക്കറ്റൊക്കെ കഴിച്ചോന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആദിശിന്റെ എനിക്ക് പോവാണ്ട് എനിക്ക് ആണ് ഞാൻ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും എന്നെ കെട്ടിയൊക്കെ പിടിച്ചു. കുറെ നേരം ഉമ്മ കാണും ചേട്ടാ പോണ്ടേട്ടാ കരഞ്ഞ. അങ്ങനെ ഇങ്ങനെ ഞങ്ങള് ചെന്ന് എണീച്ചപ്പോ ഞാൻ ചെന്നപ്പോ ഞാൻ പിന്നെ അവള് എനിക്ക് പോവല്ലേ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പോവല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് പോകുന്ന മുമ്പ് എനിക്ക് പിടിച്ചെടുത്ത. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പോവല്ലേ. അമ്പാടി കണ്ണൻ. പിന്നെ നിങ്ങള് ഡിനോസേഴ്സിനെ പറ്റി പറഞ്ഞു. ഡൈനോസോർ എങ്ങനെ ചാവുന്ന കല്ലെടുത്തതില്ലേ അത് ഏത് സ്ഥലത്ത് തട്ടുന്നു. അങ്ങനെയൊക്കെ ഇത് വീഴുന്ന അത് എർത്തിന്റെ സ്ഥലത്ത് ഏതോ സ്ഥലത്ത്. നമ്മൾ ഇടയ്ക്ക് നമുക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. അതായത് നമുക്കറിയില്ല സ്പേസിനെ പറ്റിയൊക്കെ കാണിക്കണം. തോന്നത്തിന് സ്ഥലം ഞാൻ കാണിച്ചു തരാൻ കേട്ടോ. അതേ സ്ഥലം എവിടെയാണ് എവിടേക്കും ഡൈനോസോർ ഉള്ളത്. ഇത് ആദ്യമൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ഫുള്ള് തീ ആയിക്കൊണ്ട് വീടിനായിരുന്നു. ആസ്ട്രോയിഡ്. അത് ഇങ്ങനെ പൊട്ടു വന്നപ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊട്ടു നിന്ന് ഈ സ്ഥലം ഇങ്ങനെ പൊട്ടുന്ന് ഇങ്ങനെ പോയി. അങ്ങനെ ഓരോ മൃഗമൊക്കെ ചത്ത്. അപ്പൊ ഒരു മൃഗവും ഇല്ല. ഇല്ല ഒട്ടുണ്ടല്ലോ. ഒരു മൃഗം ഉണ്ടല്ലോ ഇപ്പൊ ഈ ഡൈനോസോർ. നമ്മുടെ ആസ്ട്രേലിയൻ പോലത്തെ ഒരു കുരങ്ങ്. അത് ഇതൊക്കെ സംഭവിച്ചപ്പോ അത് ജീവിച്ചിരിക്കുക. ഫസ്റ്റ് ഹ്യൂമൻ ഉണ്ടായില്ലേ അത് ആ കുരങ്ങിന്റെ സ്കല്ലില്ലേ ഹോമോസാപ്പിയനായിട്ട് ഭയങ്കര അടുപ്പത്തിലുള്ള ഇതാ. അത് ഇല്ലല്ലോ. അപ്പൊ മങ്കി സ്പീഷീസ് ഒന്നും ഇല്ലല്ലോ ആ സമയത്ത്. വീഴുന്ന സമയത്ത് ഒരു പറഞ്ഞ ജീവി അന്ന് ഫുള്ള് ഡൈനോസോർ. അന്നില്ല, ഈ കോട്ടനറിയുടെ മുന്നായിരുന്നു. കോട്ടനറി എന്നുവെച്ചാ ഈ മനുഷ്യരുണ്ടാകുന്ന ഞാൻ മറ്റേ വിഷ്വൽ ഡിക്ഷണറി ലണ്ടൻ
അതിനകത്ത് ഇതേപോലത്തെ ഒരു ഫുഡ് പ്രിന്റ് ഇത്രയും എന്നുവെച്ചാ വിന്മാന്റെ അല്ല വിന്മാമന്റെ അത്ര വിന്മാമന്റെ രണ്ട് മടങ്ങേ ഹൈറ്റ് ആണ്. എന്നുവെച്ചാൽ വിന്മാമന്റെ സൈക്കിളോണും വിന്മാവനും അത് വിന്മാന്റെ ഹൈറ്റ് തന്നെയല്ലേ സൈക്കിളോണിനും സെയിം വെയിറ്റ് അല്ലേ. അതുകൊണ്ട് സൈക്ലോൺ വിന്മാനൊക്കെ എടുത്തിട്ട് സൈക്ലോണിന് വിന്മാന്റെ തലയുടെ മുകളിൽ എന്നുവെച്ചാൽ ഇവിടെ ഇങ്ങനെ കാല് വെച്ച് കിടത്തിയാലേ അത്രയും ഉയരത്തിലുള്ള അത്രയും ലെങ്തില്ലേ ഇത്രയും ലെങ്തിലുള്ള ഒരു ഫുട് പ്രിന്റ് അങ്ങനെ ഒരു കാണിച്ച് ഫേക്കാ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു ഇല്ല. ഒരു പടത്തിനകത്ത് കിങ് കോങ്ങിന്റെ കാൽപ്പാടില്ല അതിന്റെ അത്രേ ഉള്ളു. ഗോഡ്സില്ലയുടെ പുതിയ സീരീസ് ഇറങ്ങിയല്ലോ 2026 ഗോഡ്സില്ല എക്സ് കോങ് ന്യൂ എംപയർ. ആ പടം അതിന്റെ എക്സ്പ്ലെയിനർ ഉണ്ട്. അതിനകത്ത് കൊടുത്തങ്ങനെ ഈ കോങ് ആദ്യമേ ഓടുമ്പോഴത്തേക്ക് കൊറേ പട്ടികളെ വെച്ച സാധനം ഇങ്ങനെ ഓടി വരും. ഇങ്ങനെ ട്രാപ്പൊക്കെ ഇട്ടേക്ക് ഒരു കുഴി അതിനകത്ത് അതെല്ലാം വന്ന് കോങ്ങിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ആ കുഴി എല്ലാം ഒരെണ്ണത്തിന് ഇങ്ങനെ കീറി അതിന് ദേഹത്തൊത്ത അതിന്റെ ബ്ലൂ കളർ പച്ച കളർ ഇതൊത്തായി പോയി. അങ്ങനെ അപ്പോഴത്തേക്ക് ആ കണ്ണോണ്ടിരുന്ന 3 എണ്ണം കൂടെ എങ്ങോട്ടേ ഓടി. അങ്ങനെ ഓടിയപ്പോഴത്തേക്കും ഇത് പൊടി കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് കോങ്ങിന്റെ ശബ്ദമുള്ള ഒരു ശബ്ദം കോങ്ങിന്റെ രണ്ടുണ്ടോന്ന്. ഇന്നലെ എൻട്രോത്തുരുത്തി പോയ നല്ല രസമുണ്ടായിരുന്നു. മൺട്രോത്തുരുത്തി അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് ഇവിടെ ഫുഡ് കഴിച്ചാൽ എനിക്ക് ഇങ്ങനെ പോയപ്പോ പിന്നെ നമ്മൾ എന്തോ പറഞ്ഞു ഗോഡ്സില്ലയുടെ എവല്യൂഷൻ സിനിമ കഥയില്ലേ അല്ലാത്ത നിങ്ങള് റിയൽ ആയിട്ടുള്ള നിങ്ങൾ കണ്ട ആനിമൽസിന്റെ പ്ലാനറ്റ് എഴുതിപ്പെട്ടു എന്തൊക്കെയാണ്? പ്ലാനറ്റ് കൊടുത്തു പോകുമ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വീഴുന്നില്ല. ഇത് ഇത്ര അതുമല്ല നമ്മൾ ഇത്രയും സീറ്റ് എനിക്ക് പേടിയ അശ്വിന്റെ അങ്ങനെ നോക്കിയപ്പോ അത് ഓണാക്കി. ഞാനല്ലേ സ്വണ്ണിന്റെ അടുത്ത് പോന്നിക്കില്ലേ പോയിക്കൊണ്ട് ഇരുന്നപ്പോ ഞാൻ പോയില്ല. അവിടെ ഇരിക്കാവൂലെ ഞാനത് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് കണ്ണടിച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എണീച്ച് നോക്കിയപ്പോ നമ്മൾ ഓരോ സ്റ്റാൻഡ് അങ്ങോട്ട് പോകുന്നു. അതല്ല ഞാൻ ടൂറല്ലേ നമ്മൾ നിർത്തിയത്. അതിനിടയ്ക്ക് ടൂർ പോയി ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൽ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പോകുന്ന വഴിക്ക് ലുലു മാളുണ്ട്. ലുലു മാളില് എനിക്ക് ബീച്ചിന് പോയ അവിടുത്തെ ഞാൻ പോയിട്ടില്ല. നമുക്ക് പോവാം. തിരുവനന്തപുരത്ത് ഞാൻ പോയിട്ടില്ല. കണ്ടിട്ട് തിരുവനന്തപുരത്ത് നമുക്ക് ഒരു ദിവസം പോവാം. ബീച്ച് കണ്ടിട്ടില്ല അവിടുത്തെ പോകുന്നുണ്ട്. ഞാൻ അവിടുത്തെ ബീച്ചിലും പോയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ചെന്നപ്പോഴത്തേക്കും യൂട്യൂബിൽ വൈറലായി കിടക്കുന്ന ഒരു ബസ് കിടക്കുന്ന കൊമ്പൻ എന്ന് പറയുന്ന ഒരു ബസ്. അതിന്റെ ഏതോ ഒരു എഡിഷൻ ഏതോ 2 പേരുകളുണ്ട്. അങ്ങനെ അത് കണ്ട് ഞങ്ങൾ വേറെ ഒരു വണ്ടിയുണ്ട്, രണ്ടാമത്തെ വണ്ടി രക്ഷാവതാരം എന്ന് പറയുന്ന വണ്ടി. എനിക്ക് അങ്ങനെ വണ്ടി പുണ്യാളം എന്ന് പറയുന്ന വണ്ടിയാണ്. അത് പിന്നെ വണ്ടിയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചനെ സുബ്രനെ പറ്റി റെസ്റ്റോറേഷൻ കംസ്തുറ എന്ന് പറയുന്ന ഒരു ബൈക്ക് യൂട്യൂബർ ഒരു ചാനല് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒരു ഏത് കമ്പനിയുടെ സൂപ്പർ
ഏത് രാജ്യത്തെ? ജപ്പാൻ. വേറെ ചൈനയുണ്ട്. ഫോർഡ് മസ്താങ് ഇല്ലേ? ഫോർഡ് മസ്താങ്. ഫോർഡ് ഏത് രാജ്യത്തിന്റെ കമ്പനിയാ? ഫോർഡോ? USA. പിന്നെ ഫോർഡ് മസ്താങ് അങ്ങനെ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയുടെ ലോഗോ എന്ന് പറയുന്ന ഒരു കുതിരയുടെ വണ്ടിയാണ്. കുതിരയുടെ ചൈനയുടെ ഇഷ്ടപ്പെട്ട രാജ്യം ഏതാ? ചൈന. നിങ്ങൾക്ക് ഏതൊക്കെ രാജ്യത്തിന്റെ പേരറിയോ? ഇന്ത്യ, USA, അമേരിക്ക. USA അമേരിക്ക. അമേരിക്ക. യുഎസ്എയുടെ ഫുൾ ഫോം എന്തുവാ? യുഎസ്എയുടെ എന്താ ഫുൾ ഫോം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. പിന്നെ ചൈന, ജപ്പാൻ, ഇത് അർജന്റീന, ബ്രസീൽ. പിന്നെ റൊണാൾഡോ സ്ഥലം പോർച്ചുഗൽ അല്ല, പോർച്ചുഗൽ. പിന്നെ പാകിസ്ഥാൻ. പാകിസ്ഥാൻ കഴിഞ്ഞ് വേറൊരു രാജ്യം ഉണ്ടല്ലോ, ഏതായാലും ജപ്പാൻ. ഞാൻ പറയട്ടെ, എനിക്ക് ഞാൻ പറയട്ടെ. ഇന്ത്യ, വിയറ്റ്നാം, ബംഗ്ലാദേശ്, നേപ്പാൾ, ചൈന, റഷ്യ, മംഗോളിയ, പോർച്ചുഗൽ, അർജന്റീന, ബ്രസീൽ, കൊളംബിയ, വെനസ്വേല, ചിലി, പെറു. ഇത് ഇപ്പൊ പറഞ്ഞത് സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റില്. എനിക്ക് നോർത്ത് അമേരിക്ക വരുവാണെങ്കിൽ മെക്സിക്കോ, ഗൗതമല, ഗോട്ടിമാല. നോർത്ത് അമേരിക്കയിലെ ഒരു കോഴ്സിലെ ഇത് പറയുന്നത് ഗുട്ടിമാല, ബാർബഡോസ്, അമേരിക്ക, കാനഡ, മെക്സിക്കോ, പിന്നെ ആഗ്ലേഷ്യ. അത് USA തന്നെ. ആഗ്ലേഷ്യ, അലാസ്ക അല്ല, ആഗ്ലേഷ്യ. ആഗ്ലേഷ്യ എന്നാ പറയുന്നത്. ആഗ്ലേഷ്യാണോ അലാസ്കയാണോ? അലാസ്ക USA തന്നെ, പക്ഷെ കാനഡക്കാരെടുത്തു. പിന്നെ ഐലൻഡ് ഏഷ്യയിലാണെങ്കിൽ ജപ്പാൻ പറഞ്ഞത്. അവിടെ മൈക്രോനേഷ്യ, ഫിജി, പുലാവ്, അങ്ങനത്തെ. പിന്നെ ഹവായി അമേരിക്കയുടെ. ഹവായിയുടെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്നറിയോ? അവര് എവിടെ ചെന്നാലും അവർക്ക് എപ്പോ ബീച്ചിൽ ചെന്നാലും അവർക്ക് മാല കിട്ടും. അത് നല്ല രസാ. ഗോഡ്സില്ല എന്ന് പറയുന്ന പടത്തിനകത്ത് ഹവായിക്കകത്ത് ഹവായില് സുനാമി വരുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. അത് ചൈന ഞാൻ പറയുന്ന മനസ്സിലായോ? എന്താ വെച്ചാൽ ചൈന പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ മെയിൻ ആയിട്ട് അതിന്റെ കമ്പനി ഇറങ്ങിയ കവാസാക്കി വെച്ചിട്ടാണ്. അതിനും കവാസാക്കി നിഞ്ച പിന്നെ ഇത് ചാട്, സൗത്ത് സുഡാൻ, നോർത്ത് സുഡാൻ. രണ്ടും ഒരു സുഡാൻ തന്നെയാ. പിന്നെ അത് ആഫ്രിക്കയുടെ. പിന്നെ ഈജിപ്റ്റ് അവിടെ ആൾക്കാരുണ്ടോ? ഈജിപ്റ്റ്
മമ്മിയെ പറ്റി നമ്മള് സംസാരിക്കുന്നത് എങ്ങനെ മമ്മി ഉണ്ട്? മമ്മി എന്ന് പറഞ്ഞ എനിക്ക് മമ്മി അമ്മച്ചി വരും. മമ്മി വെച്ചാ മമ്മി അങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയാം മരിച്ചുപോയ ആൾക്കാരാണ് എല്ലാരും ഉണ്ട്. മരിച്ചുപോയ രാജാവിന്റെയും രാജ്ഞിയുടെയും ബോഡി കീറിയിട്ട് അതിനകത്തുള്ള ഓർഗൻസ് എല്ലാം എടുക്കും. സ്റ്റൊമക്ക്, ഹാർട്ട്, ലങ്സ്, അതേപോലത്തെ ഓർഗൻസ് ഈ നമ്മുടെ ബോഡിയിൽ ഇവിടെ തന്നെ എത്ര ഓർഗൻസ് ഉണ്ടോ അതെല്ലാം അങ്ങ് എടുക്കും. എന്നിട്ട് ഒരു ഭരണി പോലത്തെ സംഭവത്തിൽ ഇടും, തൊട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് ചുമ്മാ ഒരാള് ഒരു വ്യക്തി ജീവനുള്ളത് അത് ഒറ്റ ഒരു മറ്റേ കെട്ടി വെള്ള കളർ ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അത് ചൈനയിലെ ലേറ്റസ്റ്റ് ഒരു കമ്പനിയാ. എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഒരു അങ്ങനെ അതൊക്കെ ഫുള്ള് മൂടി വെച്ചിട്ടില്ലേ ഒരു പീരങ്കി ഒരു പെറ്റില്ലേ അതിനകത്ത് കിടത്തിട്ട് ഓരോ പാട്ട് വണ്ടിന്റെ ഒരുപാട് ഇടും. പിന്നെ അതൊരു സിനിമയാടാ. മമ്മി 2 അത് അപ്പൂല് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഓറഞ്ച് ആക്കിയിട്ട് അതും തയ്ക്കും. പിന്നെ തയ്ച്ചിട്ട് ദേഹത്തോടെ ഒപ്പിടും. എന്നുവെച്ചാൽ നമ്മുടെ മുഖമൊക്കെ ചുരുങ്ങിയിരിക്കും. ചുരുങ്ങി എന്ന് വെച്ചാൽ ഞരുമ്പുകള് ചുരുങ്ങി ഒരു മാതിരി ഇരിക്കത്തില്ലേ. ഷോർട്സിനകത്ത് റൊണാൾഡോയുടെ ഉടുപ്പ് ഇങ്ങനെ ചുരുക്കിയാക്കത്തില്ലേ, അതേപോലെ ചുരുങ്ങിയൊക്കെ ഇരിക്കും നമ്മുടെ മുഖം. എന്നിട്ട് നമ്മളെ ഒരു സ്ഥലത്ത് സ്റ്റാൻഡായിട്ട് നിർത്തും. എന്നിട്ട് നിർത്തിയിട്ട് ഒരു തുണി വെച്ചിങ്ങനെ അങ്ങനെ മനുഷ്യർ തന്നെ കെട്ടി വെക്കും. ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ കുറങ്ങി റോബോട്ടിക്ക ഇത് ഹ്യൂമൻ ചെയ്യുന്ന ഇതിങ്ങനെ കറക്കി വെച്ചിട്ട് ഇത് ചെയ്യും. എന്താ നമ്മളിങ്ങനെ ഇത് ഹ്യൂമൻസ് ചെയ്യുന്ന. ഇവൻ പറഞ്ഞത് ചൈനീസിലൊരു പ്രോഗ്രാമാ ജീവനോടെ വന്നിട്ടുണ്ട്. എനിക്ക് ഇവരെ ജീവനുണ്ടോ? നമ്മളെ കൊല്ലോ? ഇല്ല, മരിച്ചുപോയ ആൾക്കാരില്ല, പ്രായം 1000 BC ജനിച്ച ഉള്ളവരല്ലേ. അത് നമ്മളെ കൊല്ലോ? സിനിമയ്ക്കകത്ത് ഒരു കാര്യമുണ്ട്. മമ്മി പിരമിഡ്സ് ഒക്കെ ഏത് കാലഘട്ടം ഉണ്ടാക്കിയത്? എത്രയായിരുന്നു? 2004 അല്ല, പിന്നെ 2024 BC ആയിരിക്കും. പിന്നെ 2019 അല്ല, ഒരുപാട് വർഷം മുമ്പ്. ഡൈനോസറൊക്കെ ജനിച്ച് മരിച്ചു കഴിഞ്ഞു. അതൊക്കെ പിന്നെ ഇത് മനുഷ്യരുടെ കാലഘട്ടത്തിൽ ഡൈനോസറൊക്കെ മരിച്ചു കഴിഞ്ഞു. ഡൈനോസർ അല്ലേ എന്താ 1000 BC പിന്നെ ഡൈനോസർ ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് 65 മില്യൺ ഇയർ. BC വേണ്ടേതാ? BC ആണ്. പക്ഷെ BCയിലുള്ള പറയുന്ന കാര്യം എനിക്ക് ഈ പിരമിഡ് ഒക്കെ BC വെച്ചിട്ട് പറയാം. ഡൈനോസറിന് BC ഒന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 6 കോടി വർഷങ്ങൾക്ക് മുമ്പ്. 6 ബില്യൺ. അപ്പൊ 60 മില്യൺ അല്ല, 60 മില്യൺ അല്ല. ഞാൻ പറയട്ടെ, ലാക്ക് വരുന്നത് മില്യൺ അല്ല, 10 ലാക്ക് 1 മില്യൺ. 10 ലാക്ക് മില്യൺ. അപ്പൊ 10 crore 10 മില്യൺ ആണ് ഒരു ക്രോർ. 10 മില്യൺ ആണ് ഒരു ക്രോർ. 10 മില്യൺ. അപ്പൊ 20 മില്യൺ 2 ക്രോർ. അപ്പൊ 30, 40 അങ്ങനെ 60 മില്യൺ ആകുമ്പോൾ 6 ക്രോർ, 6 കോടി വർഷം. അപ്പൊ 6 crore ഇതല്ലേ ഏതൊക്കെ പീരീഡിലുള്ള ആ സമയത്ത്? ജുറാസിക് ഉണ്ട്, ട്രയാസിക് ഉണ്ട്, ഡിവിയൻ മനുഷ്യന്മാർ ചെയ്യല. പിന്നെ പണ്ട് പക്ഷെ ആ പടത്ത് റിയലല്ല, ഇപ്പോഴും ഉണ്ടാക്കുമല്ലോ. സിനിമ റിയലല്ലേ?
കമ്പി കമ്പി അതൊക്കെ വെച്ച് റോബോട്ടിക് ആക്കിയിട്ട് അതെങ്ങനെ മനുഷ്യന്മാരെ കഴിക്കത്തില്ലേ കഴിക്കുമ്പോ ചോരുന്ന റിയൽ അല്ല എന്ന് വെച്ചാല് ഇതൊക്കെ ഒരു വാട്ടർ പെയിന്റ് ഇത് ഒരിക്കുന്നതാ പെട്ട് ഊർന്ന് ഇങ്ങനെ ചോര കഴിച്ചില്ലേ അതാ ആ മൂവിയുടെ പേരെന്തോ ജുറാസിക് വേൾഡ് പാർക്കുണ്ട് നമുക്ക് വേണമെങ്കിൽ എന്താ സയന്റിസ്റ്റിന് ഇപ്പോഴും ഉണ്ടാകും ഡൈനോസോറിന് അങ്ങനെ ഉണ്ടാക്കുന്നു DNA വെച്ചുണ്ടാകും അറിയാനല്ലോ ഞാൻ മറന്നു നമ്മളില്ലേ നമ്മുടെ ദേഹത്തെ എല്ലാ സെൽസ് അല്ലേ ഉള്ളൂ എല്ലല്ല സെൽ എന്റെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴേ ഒരു ചുമന്ന സെല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ അതേപോലത്തെ ചെറിയൊരു സാധനം നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ ബോഡി മൊത്തം നിറഞ്ഞാക്കുന്ന സെൽസ് ഉണ്ട് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന സെൽസും ഉണ്ട് ഈ സെൽസ് നമ്മൾ വരുന്നില്ലേ അല്ല ഈ സെൽസ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സെൽസ് ആണ് മനസ്സിലായി അങ്ങനെ മൊത്തം സെൽസ് അങ്ങനല്ല ഒരു സെല്ല് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് രണ്ടാവും സെൽ ഡിവിഷൻ എന്ന് പറയും അങ്ങനെ 2 ആയി 3 ആയി 4 ആയി അല്ല 2 ആയി ആ 2 4 ആയി 4 പിന്നെ 8 ആയി അങ്ങനെ അങ്ങനെ ആണ് അങ്ങനെ ഒരുപാട് ഡിവൈഡ് ചെയ്ത് നമ്മളെ വളർന്നു വരുന്നത് അല്ല നിങ്ങളിപ്പോ ഇത്രയല്ലേ ഉള്ളൂ പിന്നെ നല്ല നീളമില്ലേ അങ്ങനെ നീളം കൂടി അതിന്റെ ദേഹത്തുള്ള സെൽസ് മൾട്ടിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിയായി സെൽസിന്റെ എണ്ണം കൂടിയത് ഇറ്റുവിന് 8 വയസ്സ് പിന്നെ 2 വർഷങ്ങൾ കഴിഞ്ഞ അല്ല 8ന് 2 വയസ്സുണ്ട് ഇനി 2 വർഷം പിന്നെ വർഷം 2 ഇനി 2 വർഷം ഇനി അടുത്ത വർഷം കുഞ്ഞുങ്ങളിങ്ങനെ വലുതാകുമ്പോൾ നമ്മുടെ ദേഹത്തുള്ള സെൽസിന്റെ എണ്ണം കൂടും അപ്പൊ ഈ എല്ലാ സെൽസിനകത്ത് എന്താണെന്ന് അറിയും DNA എന്ന് പറയുന്നൊരു പ്രത്യേകതരം കെമിക്കലിനകത്താണ് നമ്മുടെ ബോഡിയുടെ ഇൻഫർമേഷൻ സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ബോഡിക്കകത്ത് ഒരു ആറ്റം ഉണ്ട് അതിനാ പറയുന്ന കാർബൺ ഏറ്റവും കൂടുതലുള്ള ആറ്റം ഏറ്റവും കൂടുതലേ ഉള്ളത് ആറ്റംസ് ഒരു കവാസാക്കി വായിക്കൊണ്ടിരിക്കുവായിരുന്നു വേറെ കവാസാക്കി ഫ്രണ്ട് നിർത്തിയിട്ടില്ലേ അവള് വെള്ളത്തിലോട്ടിട്ട് അവള് മരിച്ചില്ല ആളിങ്ങ് ഇറങ്ങി വന്നിട്ടില്ലേ ആളുടെ മുമ്പിൽ സ്പീഡില് ചോദിച്ചിട്ട് ഇങ്ങനെ വെച്ച് തള്ളി കിട്ടും വെള്ളത്തിൽ പിന്നെ കവാസാക്കിയും സാധാ ബൈക്കില്ലേ ആ ബൈക്ക് പോയിട്ട് ആ ബൈക്കിൽ ആളെ ഇങ്ങനെ തള്ളിയത് കാറിന്റെ ബ്രാൻഡ് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഓരോരോ കാറിന്റെ ബ്രാൻഡ് പറഞ്ഞ എന്താ ഫോർഡ് മസ്താങ് ലംബോർഗിനി ഫോർഡ് മസ്താങ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അടുത്ത് ബെൻസ് എന്നുവെച്ചാൽ ഫോർഡും മസ്താങ്ങും ഒരുമിച്ച ഒരു കമ്പനിയാണ് ഫോർഡ് മസ്താങ് ഫോർഡ് വേറെ മസ്താങ് വേറെ BMW ബെൻസ് ഹുണ്ടായി ഞാൻ പറഞ്ഞു ഹുണ്ടായി ഞാൻ പറഞ്ഞു ഹുണ്ടായി ഓക്കെ അടുത്ത ഞാൻ പറയാം അടുത്തതേ എനിക്ക് അറിയാത്തത് സംഭവിക്കുന്നത് എനിക്കറിയാം നിസാൻ ജിറ്റിആറിന്റെ റോൾസ് റോയ്സ് അല്ലേ ബുഗാട്ടിയുടെ ഗോൾഡൻ ചിറം കണ്ടിട്ടുണ്ട് അറബി നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് അറബി നാട്ടില് ഫേമസ് ബുഗാട്ടിയുടെ കണ്ടിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുവെച്ചാൽ ഒരു ബേർഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അതിന്റെ ബുഗാട്ടി ഇല്ലേ ബുഗാട്ടിയുടെ ഫ്രണ്ട് മറ്റേ റാ പോലെ ഇരിക്കുന്നില്ലേ അതിന്റെ സെന്ററില് ബുഗാട്ടി എഴുതും അതിന്റെ തൊട്ട് മുകളിലെ സെന്ററില് ഒരു ബേർഡിനെ ഇങ്ങനെ ചാക്കും ഇത് ഷേപ്പിലാ ഇങ്ങനെ ചാക്കും ഭയങ്കര എന്താ ബ്രാൻഡ് പിന്നെ വേറൊരു ബ്രാൻഡ് അറിയാന്ന് എനിക്കറിയാം ഞാൻ ഡൗട്ട് ചോദിച്ചേ
ഇയാടെ ഒരു വണ്ടി ഇല്ലേ, സെൽട്ടോസിൽ സൈറോസ് അല്ലാത്തൊരു വണ്ടി, സ്റ്റിങ്ങർ സ്റ്റിങ്ങർ. അതെന്താ ഇന്ത്യ കൊണ്ടുവരാത്? അത് ജർമ്മനിയല്ലേ, ജർമ്മനിയിലൊക്കെയല്ലേ, ഇന്ത്യയിൽ ഇറക്കിയിട്ടില്ല. ഇങ്ങനെ കൊടുത്താക്കോ, നടുക്ക് ചിഹ്നം കൊടുത്താക്കുന്നേ, നടുക്ക് ഇങ്ങനെ ഒരു അക്ഷരം കൊടുത്താക്കുന്ന കാറ്. ഓക്കെ കാറിന്റെ ഓക്കെ, അത് ലെക്സസാ. ലെക്സസ് എല്ലാം ഉള്ളതാണോ? ലെക്സസ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇപ്പൊ ഡ്രോയിങ് ചെയ്തു, ഏതിനകത്ത് ഡ്രോയിങ് ചെയ്തു? നമ്മള് ഇടയ്ക്കിടയ്ക്ക് കമ്പ്യൂട്ടർ ചെയ്യും. അതിനെപ്പറ്റി സംസാരിക്കും. കമ്പ്യൂട്ടർ ചെയ്തതിനകത്ത് കമ്പ്യൂട്ടറിൽ എന്തൊക്കെ പഠിച്ചു? കമ്പ്യൂട്ടറിനകത്ത് ടൈപ്പിംഗ് പഠിച്ചു, മുകളിലത്തെ സെന്ററിലെ പഠിച്ചു, മുകളിലത്തെ പഠിച്ചു, താഴത്തെയും പഠിച്ചു. ഇനി ഷിഫ്റ്റ് ഒന്നും പഠിക്കണം, രണ്ട് ഷിഫ്റ്റും പഠിക്കണം. ബാക്കൊക്കെ പഠിച്ച ബാക്ക് സ്പേസ് ഞങ്ങൾക്കറിയാം, എൻഡോറോ അറിയാം. ഇനി പഠിക്കാനുള്ളത് ഷിഫ്റ്റും ബാക്കി ആൾജിയറ്റ്. പിന്നെ അത് നമുക്ക് ഇതൊരു മാജിക് നമുക്ക് ആരാണെങ്കിലും പറ്റില്ല, കാണിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ മാറി എടുത്തിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. അതെന്തായിരുന്നു കാണാൻ പറ്റുന്നില്ല, പീസ് ആയതുപോലെ. ഓക്കെ, പിന്നെ നിങ്ങൾ പെയിന്റിംഗിൽ എന്തൊക്കെ ചെയ്തു? ഗോജിറ. ഞാൻ ഗോജിറേനാണ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേപ്പർ ചുമ്മാ ഗോജിറ പേപ്പർ വെച്ച് ഞാൻ വെച്ചതാ. വെട്ടിരിക്കുന്ന ഓർമ്മ മറ്റേതല്ലേ ഗോജിറ. നമുക്ക് ഫോൺ മസ്താങ്കിനെ കാണിച്ചു കൊടുത്തല്ലോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, മറ്റേ സോളാർ സിസ്റ്റത്തിന് കാണിച്ചിട്ടുണ്ടല്ലോ. നാസയിലല്ലേ? ഇല്ല, എനിക്കറിയില്ല. നാസയിലാണ്. എനിക്കറിയില്ല. നാസയുടെ സോളാർ സിസ്റ്റം നാസ IPL. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് ആയിട്ടുള്ള സോളാർ സിസ്റ്റത്തെയും അത് ഇന്ന് പണ്ട് പ്ലാനറ്റ്സിനെ പറ്റി പറഞ്ഞു. ഫസ്റ്റ് സണ്ണല്ലേ? അടുത്തുള്ളത് പ്ലാനറ്റ് മാർസ്, മെർക്കുറി, പിന്നെ വീനസ്, പിന്നെ നമ്മളെ സ്ഥലം ഇത് എർത്ത്. അത് കഴിഞ്ഞ് ഈ സ്ഥലം മാർസ്, പാർക്കർ സോളാർ പ്രോബോ. റിയൽ ടൈം എല്ലാ പ്ലാനറ്റ്സും ഇപ്പൊ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുക, ഈ സ്ഥലം ക്യാരക്ടറിന്റെ പേരുണ്ട്. ഇതിനകത്ത് അവഞ്ചേഴ്സിൽ ഒരു ക്യാരക്ടറിന്റെ പേരുണ്ട്. പാർക്കർ, പീറ്റർ പാർക്കർ, സ്പൈഡർമാൻ. സോളാർ സിസ്റ്റം, ഇന്ന സോളാർ സിസ്റ്റത്തിന് കൊടുത്തു. നമുക്ക് ഗൂഗിൾ മാപ്പിനകത്ത് ചെയ്യാൻ പറഞ്ഞ സ്ഥലം ഒന്ന് കാണിച്ചാലോ? നമുക്ക് ഗൂഗിളിൽ നോക്കി നോക്കാം, ഗൂഗിളിൽ കിട്ടും. നോക്കിയാ ഇതാ നമ്മൾ നമ്മുടെ സ്ഥലം, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സ്ഥലം. ഇങ്ങോട്ട് വെച്ചാൽ ഇതാ ഇപ്പൊ നമ്മളെ സ്ഥലം, നമ്മൾ ഇവിടെ നിൽക്കുക. അമേരിക്കൻ പറഞ്ഞ സ്ഥലം ഇപ്പുറത്തെ സണ്ണിന്റെ ഫ്രണ്ടിൽ. നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് അമേരിക്കയുടെ ആഫ്രിക്കയുടെ കുറച്ച് ഭാഗം ഇന്ന് ഡേ കാണാൻ പറ്റും എനിക്ക്. അമേരിക്ക ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നുവെച്ചാ എന്ത് ലോകത്തെ കൊടുക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ലാർജ് സ്പേസ് ക്രാഫ്റ്റ് നമ്മുടെ എർത്തിന് ചുറ്റുമായിരുന്നു. ഇവിടെ ആയിരുന്നു കുറച്ച് പേര് ആൾക്കാർ
മനസ്സിലായി. ഇത് ഇങ്ങനെ ഇത് മനസ്സിലായി. ഞാൻ മറ്റേ സുനിത വില്യംസ് എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അവര് ചക്കായുടെ ക്രിസ്മസ് അല്ല ഇതിന് ഇവിടെ ക്രിസ്മസ് എന്ന് വെച്ചാൽ റിയാലിറ്റി ക്രിസ്മസ് ഇല്ലല്ലോ. അതല്ല, ക്രിസ്മസ് ഒരു ആഘോഷമല്ല. അതിന്റെ ഇതൊക്കെ ഒരു ഹാച്ചുകൾ, ഇതൊക്കെ തുറന്നകത്ത് കയറുന്നു. ഇവിടൊക്കെ പ്രോബുകൾ വന്ന് ഡോക്കി, നമ്മൾ ഇവിടുന്ന് പോകുന്നവർ ഇതൊക്കെ പോയി ഡോക്കി അതിനകത്ത് തുറന്നിട്ടൊക്കെ അകത്ത് ഇതിനകത്ത് ആൾക്കാർ സഞ്ചരിക്കാൻ. മനുഷ്യർ പ്ലൂട്ടോ കാണണ്ടേ? പ്ലൂട്ടോനെ ക്ലിക്ക് ചെയ്ത പ്ലൂട്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല. Pluto is a complex world of ice, mountains, and frozen plains. Neptune നമുക്ക് നോക്കാം. നെപ്റ്റൂണിന്റെ ഫുള്ള് നെപ്റ്റൂൺ ബ്ലൂ കളർ ഐസ് ജയന്റ്. അത് ഐസ് ജയന്റ് എന്നുവെച്ചാ ദൂരെയല്ലേ, ഒരുപാട് ദൂരം. സൂര്യന്റെ ചൂട് അവിടെ എത്തത്തില്ല, അപ്പൊ ഒരുപാട് തണുപ്പുണ്ട്. ഇനി നമ്മൾ സോളാർ സിസ്റ്റത്തിൽ നിന്ന് സൂം ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഇതിങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല, നമുക്ക് അറിയാൻ വേണ്ടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സണ്ണിന്റെ ഇതെല്ലാം ഓരോ സണ്ണിനെ പോലുള്ള നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങളുടെ ഗാലക്സിയുടെ പേരെന്ന് പറയും മിൽക്കി വേ നമുക്ക് കാണാൻ പറ്റും. അകത്ത് പോകാൻ പറ്റുമോ? അകത്ത് പോകാൻ പറ്റില്ല, നമുക്ക് ദൂരം, ഭയങ്കര ദൂരം, നമുക്ക് പോകാൻ പറ്റില്ല, ഒരുപാട് ദൂരം. അത്രയൊന്നും പോകാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എർത്തി നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ വെള്ളക്ക ഉണ്ടോ, ഈ വെള്ളപ്പാട നമുക്ക് ചില സമയത്ത് കാണാൻ പറ്റും സ്കൈയിൽ. കാണിച്ചോ വലുതായിട്ട്, സണ്ണ് തൊട്ട് കാണിച്ചേ വലുതായിട്ട്, സണ്ണിനെ പോലത്തെ ഒരു ഇതുണ്ട് വലുതായിട്ട് കാണിച്ചേ. സണ്ണിനെ പോലെ ഇത്ര വെളിച്ചം നോക്കി അത് നോക്കിയാ എല്ലോ ഡിപ്പർ എന്നിട്ട് സണ്ണിനെ പോലെ ഒരു സണ്ണിന്റെ അത്ര ഉള്ളൊരു ഇതുണ്ട്, ഒരു സ്റ്റാർ, അതിന്റെ പേരാ റെഡ് സൂപ്പർ ജയന്റ്. സൂപ്പർ ജയന്റ് സണ്ണിനേക്കാളും വലുതായിരിക്കും. സൂപ്പർ സണ്ണിനേക്കാളും വലുതായിരിക്കും. എത്ര ഉണ്ട്? സണ്ണ് ജയന്റ് ആവും. അപ്പൊ അത് സണ്ണിന്റെ അകത്തുള്ള ഹൈഡ്രജൻ കത്തിയാണ് ഈ തീ വരുന്നത്. ആ ഹൈഡ്രജൻ എല്ലാം കത്തി തീരുമ്പോ എന്ത് പറ്റും അറിയും, സണ്ണ് വളരെ വലുതായി എക്സ്പാൻഡ് നശിച്ചു. അപ്പോഴും നമ്മളൊക്കെ എന്തോന്ന് അറിയത്തില്ല, കോടിക്കണക്കിന് കൂടാനുകൂടി വർഷം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് എന്താന്ന് അറിയത്തില്ല, മനുഷ്യരപ്പോ ഉണ്ടോന്ന് പോലും അറിയത്തില്ല. മനുഷ്യർ ഇവിടുന്ന് പോകും. സൂര്യനില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതിനെപ്പറ്റി പറയുന്നത് എന്തുകൊണ്ടാ? സൂര്യനില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാതെ വെളിച്ചം കാണത്തില്ല, എപ്പോഴും ഇരുണ്ട് കിടക്കും. എന്നുവെച്ചാ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ പോകുക, ഇടയ്ക്ക് ഒരു കല്ല് കിടക്കുക, നമ്മൾ കാണാൻ വയ്യ. അതുകൊണ്ട് മാത്രമല്ല, സൂര്യന്റെ ചൂടില്ലേ, ഈ ചൂട് വലിച്ചെടുത്തിട്ടാണ് പ്ലാന്റ്സ് എന്തുണ്ടാക്കുന്നത്, ഫുഡ് ഉണ്ടാകുന്നത്. ഫുഡില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഉറപ്പായി പറ്റത്തില്ല. മീറ്റ് എപ്പോഴും കഴിക്കാൻ പറ്റും. മീറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ അല്ലേ കഴിക്കുന്നത്. ചിക്കൻ ഉണ്ടാവണമെങ്കിൽ കോഴി എന്ത് കഴിക്കണം, അരി കഴിക്കണ്ടേ. അതുണ്ടാവുന്ന പ്ലാന്റ് എല്ലാ ജീവികളും. പോച്ചയെന്ന് പറയുന്നത് ഇതല്ലേ, പുല്ലെന്ന് പറയുന്നത് പ്ലാന്റ് അല്ലേ, അതിന് ആഹാരം ഉണ്ടാക്കുന്ന സണ്ണുണ്ട്. ഓക്കെ സമയം ഒരുപാടായി. എത്ര മണിയായി? 10:30 രാത്രി. ഓക്കെ, നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യണ്ടേ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. ഓക്കെ, ബാക്കി കുഴപ്പമില്ലല്ലോ, ഇന്നത്തെ പോഡ്കാസ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ, യൂട്യൂബിൽ ഇടാം.